നമ്മളിപ്പോൾ മധ്യപ്രദേശിലെ മൊറേന എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ്, മൊറേന ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് ഒരു സൈക്കിൾ ഇ-റിക്ഷയാണ്. ഇപ്പോൾ മൊറേനയിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ബാറ്ററിയിൽ ഓടുന്ന ഇ-റിക്ഷയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വിൻ്റർ സീസണാണ്. ഇപ്പോൾ ഒരു 10 മണിയായിട്ടുള്ള സമയമാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൊറേന മധ്യപ്രദേശിലെ ഏറ്റവും നോർത്ത് സൈഡിൽ കാണുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. 25 കിലോമീറ്റർ മാറി രാജസ്ഥാനാണ്. അതുപോലെ യുപിയുടെയും ബോർഡറാണ് മൊറേന. 6 തഹസിലാണ് മൊറേനയ്ക്ക് ഉള്ളത്. മൊറേന ഏറ്റവും കൂടുതൽ മൈലുകൾ കാണപ്പെടുന്ന, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൈലുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് മൊറേന ഡിസ്ട്രിക്റ്റ്. ഇതിന് സിറ്റി ഓഫ് പീക്കോക്ക് എന്നും മൊറേന ഡിസ്ട്രിക്റ്റിനെ അറിയപ്പെടുന്നുണ്ട്. ചമ്പൽ ഡിവിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മൊറേന ഡിസ്ട്രിക്റ്റിനെ ചമ്പൽ ഡിവിഷൻ എന്നും അറിയപ്പെടും. 2,483,000 ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഈ മൊറേന സിറ്റിയിലെ പോപ്പുലേഷനാണ്. ഇവിടെ 2 ലാംഗ്വേജാണ് ലോക്കൽ ലാംഗ്വേജ്. ബ്രജ് ഭാഷ, അതുപോലെ ബുണ്ടേലി, ഇങ്ങനെ 2 ലാംഗ്വേജാണ് ഇവിടെ ലോക്കൽ ആളുകൾ സംസാരിക്കുന്നത്. ഹിന്ദിയിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. ഇവരുടെ ഉച്ചാരണമൊക്കെ വ്യത്യാസമുണ്ട്. ഹിന്ദിയും ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നല്ല മഞ്ഞാണെങ്കിൽ ഇവിടേക്ക് ഇപ്പോഴും ആളുകൾ നല്ല ആക്റ്റീവാണ്. ഇവർ രാവിലെ തന്നെ ടൗണിൽ പോവുകയും അതുപോലെ ജോലിക്കായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂടുതലും ഇവിടെ ആളുകൾ ബൈക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോറിക്ഷയുടെ സാധനങ്ങളൊക്കെ ഇവരൊരു ബൈക്കിൽ തന്നെ കൊണ്ടുവരും. ഇപ്പോൾ ഇത് വഴി പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റൈറ്റ് സൈഡിൽ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ പണിയാണ് നടക്കുന്നത്. കൂടുതലും ആളുകൾ ബൈക്കുകളെയാണ് ഇവിടെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വിൻ്റർ സമയമാണ്. ഇത് ഒരു ഫെബ്രുവരി ആദ്യ പകുതി വരെ ഈ കാലാവസ്ഥ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലുണ്ടാവും. ഇവിടെ ആളുകൾ കൂടുതലും കടുക് കൃഷിയാണ്. കടുക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് മൊറേന. ഇപ്പോൾ ഈ തണുപ്പ് സമയത്താണ് ഇവിടെ കൂടുതലായിട്ടും കടുകിൻ്റെ കൃഷി കൂടുതലായിട്ട് നടത്തുന്നത്. കടുക് പാടങ്ങളാണ്. ഇപ്പോൾ കടുക് പാടങ്ങൾ പൂത്തു നിൽക്കുന്ന ഒരു സമയം കൂടെയാണ്. കൂടുതലും ഇവിടെ കർഷകരാണ്. ഇവിടെ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമങ്ങളാണ്. ഇവിടെ ഗ്രാമങ്ങളിൽ 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഓരോരോ ഗ്രാമങ്ങളാണ്. ഇവിടെ ആളുകൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പിൻ്റെ ഒരു സമയമാണ്. വണ്ടിയെല്ലാം ലൈറ്റിട്ടാണ് ഇപ്പോഴൊക്കെ ഇവിടെ സഞ്ചരിക്കുന്നത്. ഒരു 10 മണി സമയമാകുമ്പോഴും ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയാണ്. കൂടുതലും ട്രക്കുകളാണ് ഈ വഴിക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഹൈവേ ഒക്കെ നല്ല വീതിയുള്ള നല്ല ഹൈവേ ആണ്. പക്ഷേ ഗ്രാമങ്ങളിലേക്കൊക്കെ വഴികളൊക്കെ വളരെ മോശമാണ്. നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല. ഇതിപ്പം ഹൈവേ ആയിട്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. ഈ മഞ്ഞ സമയങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരു സമയം കൂടെയാണ് ഈ മഞ്ഞുകാലം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കടുക്, അതുപോലെ ഗോതമ്പ്, ബാജ്ര ഉണ്ടെങ്കിലും ബാജ്രയുടെ ഉൽപ്പാദനങ്ങൾ കുറവാണ്. ഇത് നമ്മളിപ്പോൾ ചെല്ലുന്നത് കേര എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. വഴിയുടെ 2 സൈഡിലായിട്ടുമാണ് ഈ ഒരു ഗ്രാമം കാണുന്നത്. ഇപ്പം മഞ്ഞായിട്ടാണില്ലെങ്കിൽ ആളുകളൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് കടകളും വീടുകളും ഒക്കെ ഒരുമിച്ച് ആണ് ഈ 2 റോഡിൻ്റെ സൈഡിലുമായിട്ട്. ഇവരൊക്കെ ബൈക്കിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ചാക്കിന് കെട്ടിവെച്ച് കൊണ്ടുപോകുന്നതാണ്. അപ്പം
ഇവരൊക്കെ ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളാണ്. സിറ്റിയിൽ നിന്ന് പോയി സാധനങ്ങൾ മേടിച്ച് അവരുടെ വീടുകളിലേക്കൊക്കെ പോകുന്ന ഭാഗമാണ് നമ്മളീ കാണുന്നത്. മഞ്ഞത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡുകളിലുള്ള യാത്ര. നമുക്ക് രാത്രിയിലൊരു 6 മണിക്ക് ശേഷം യാത്ര നമ്മൾ ഒഴിവാക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ ഈ സമയത്ത് ഏറ്റവും നല്ലത്. ഇതാണ് മധ്യപ്രദേശിലെ മൊറേന ഡിസ്ട്രിക്റ്റ്. 6 തഹസിലാണ് ഈ മൊറേന ഡിസ്ട്രിക്റ്റിന് ഉള്ളത്.